ഗൈസ് അങ്ങനെ എൻ്റെ കോളേജിലൊപ്പം പഠിച്ച ചക്കൻ വന്നിങ്ങനെ ഹാരിസ് ഓ നാട്ടിലേക്ക് കുറച്ച് ദിവസത്തിന് വന്നാൽ കുറച്ച് ദിവസത്തിന് എത്ര ദിവസത്തിന് 12 മാസത്തിന് അപ്പോൾ അവൻ്റെ താറ് റോക്സിൻ്റെ വീഡിയോ എടുക്കാനും നമ്മൾ പോണേ മാസ് വീഡിയോ അപ്പോൾ ഇവനാണ് അതിൻ്റെ ഡയറക്ഷന് അപ്പോൾ അത് 3:40 ഉറപ്പിച്ചു ഇവനത് ഡയറക്റ്റ് ചെയ്ത് പറയുമ്പോൾ തന്നെ അത് ഉറപ്പിച്ചു അതൊക്കെ തന്ത വൈബ് ആ മൂടേക്കാരാ വീഡിയോ ഒക്കെ അപ്പോൾ അതിലൊന്നും കാര്യമില്ല ഇപ്പം പിന്നെ എടാ ഹാരിസേ എന്തിനൊക്കെ പറഞ്ഞേ ഇതൊന്നും പോയിക്കോ ഓറാക്കാതെ ഇതൊന്നും എൻ്റെ സ്വഭാവം വെറും ലോക്കലാണ് ഇവർ ഇപ്പോൾ കുറേ ഇംഗ്ലീഷൊക്കെ പഠിച്ചപ്പോൾ കോപ്പിറൈറ്റ് വന്നു കേട്ടോ ഒരു 10 പാട്ട് ഇട്ടല്ലേ നിങ്ങൾ ഇടച്ചെങ്കിൽ ഇതൊക്കെ മില്യൺസ് പോലെ വ്യൂസുള്ള വ്ളോഗാണ് നമ്മളെ കൂട്ടത്തിലുണ്ടാവും ഞാൻ വ്ളോഗ് എടുക്കാനും അയക്കൂല ഇറ്റങ്ങൾ കുടുങ്ങിയാലേ റബ്ബേ ഇനി ഇനി പാട്ട് പാടാം എൻ്റെ വ്ളോഗ് മുന്നോട്ട് പോകണമെങ്കിൽ ആൾക്കാർ കണ്ടിരിക്കണം എൻ്റെ പാട്ട് വരുത്താന്നല്ലാതെ വേറെ മാർഗമല്ല എൻ്റെ കഴിവുകൾ പുറം ലോകം അറിയട്ടെ സത്യം കൂടിയുണ്ട് പക്ഷെ എനിക്ക് കഴിവുണ്ടല്ലോ അന്ന് ലോകം അംഗീകരിക്കും പാതാളം ഊരായാലും നീ ഇന്നെ വിളിച്ചാലും ആഷാടും ഈ തത്തമ്മ പെണ്ണെന്നെ കടിച്ചാൽ ഞാൻ മുളകായി മാറും പിന്നവളെറിഞ്ഞാൽ ഇണയായി ഒരു ചെറിയും ചാറും മനസ്സിലെ വെയിൽത്തട്ടും കൈ കേറിയ അവതാരം മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കുന്നതാകും വിധിച്ചതും തൽക്കാലം അങ്ങനാവേ ശരിയാമേ നിന്നെ വലകുന്ന നിന്റെ പതനവും വ്യാപകമതിനിരയാവും എതിരുന്നില്ലാതാവും തിരുമുന്നിലായി വിളിക്കുന്നിതാ നിന്റെ താളത്തിൽ തുള്ളാൻ അംശമായി തീരാമേ നിന്റെ കരകള് അതകളമായി തീരാം നിന്നെ മനഗണയമായി തീരാം സമയം തോന്നിച്ച അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന സോങ് ചലഞ്ചാണ് അപ്പോൾ പാട്ടിന് 2 വരിച്ച പാട്ട് എല്ലാവരും പാടുക അത് ആരുടെ രസം എന്നുള്ളത് ആൻസർ തീരുമാനിച്ചു ആയിക്കോട്ടെ അപ്പോൾ ആദ്യത്തെ 2 വരി പാട്ട് ഈ ചെങ്ങായിനെ കൊണ്ട് കുടുങ്ങിയല്ല റബ്ബേ 2 വരി പാട്ട് അപ്പോൾ ഇത് തുടങ്ങിക്കോ ഏത് പാട്ടാ പാടുക എല്ലാവർക്കും എന്നെ പാട്ടാണോ എന്താണ് ചലഞ്ച് എന്താ പാട്ട് പാടുക സെയിം പാട്ട് ഇത് നമുക്കറിയില്ല ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാൻ ആർക്കാണ് ഇഷ്ടം സീനായില്ലേ തൊട്ട് അത്തിമറച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ല കാറ്റ് കണ്ണാടി പുഴയിലെ തേൻ തിരകൾ നാമല്ലോ തീരത്തെ ഓളങ്ങൾ തീരാത്ത രാഗത്തിൻ താളങ്ങൾ പാരിതിൽ നാം പോയിടാം മിന്നൽ വാള ഞാൻ പാടാം ഫസ്റ്റ് പാട്ട് ഞാൻ പാടാം മിന്നൽ വാള കയ്യിലിട്ട പെണ്ണയൊക്കെ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണോ നീ മിന്നൽ വാള കയ്യിലിട്ട പെണ്ണയൊക്കെ ബാസിൽ ഷാ ഞാൻ പറഞ്ഞത് ഇത് ഫസ്റ്റ് വ്ലോഗുമ്പോ തന്നെ നമ്മൾ പൂട്ടേണ്ടി വരും ഇങ്ങനെയൊക്കെ പാടിയാ അപ്പൊ ഞാൻ ഏത് പാട്ടുണ്ട് മിന്നൽ വേള അങ്ങനല്ല അത് ഫസ്റ്റ് പറഞ്ഞ വരിയതിനു മിന്നൽ വേള നല്ല പാണ്ടേ അതിന് മുന്നേ വേറെ സിമ്പിൾ ആയിട്ട് തന്നെയല്ലോ അതിനു അത്തിമേരക്കും കൊമ്പിൽ നിന്ന താരകരാവ് മിന്നൽ വാള എങ്ങനെടാ
ഷാഫിന്റെ ഒരു കോമഡി ഉണ്ട്. ഷാഫി പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഈ ചെക്കന്മാരൊക്കെ മൂപ്പ് കയറ്റി ഷാഫിയെ അന്നെ കൊണ്ട് ഡാൻസ് കളിച്ചാൽ സൂപ്പറാടാ ഡാൻസ് കളിച്ചാടാന്നൊക്കെ പറഞ്ഞിട്ട് ത്രില്ലാക്കിച്ചിട്ട് ഡാൻസ് അല്ല പാട്ടടിപ്പിച്ച് ഇന്റെ മോനെ അത്രയും കുട്ടികളടിയിൽ പോയിട്ട് 8ാം ക്ലാസ് ആയിക്കോട്ടെ ഓ പാടി പാട്ട് കേൾക്കണം ചെങ്ങേ നിങ്ങളുടെ ആ ഓനാണ് എന്റെ പാട്ട് പോരാന്ന് എടാ ഒരു ചലഞ്ചായിട്ട് എടുക്ക് ഇതിന്റെ അടുത്ത പാട്ട് പാട്. ഇങ്ങനെയാണ് പല പാട്ടുകാരന്മാരും ഉണ്ടായത്. പണ്ട് എനിക്കും പണ്ട് എനിക്കും പാടാൻ വയ്ക്കൂലായിരുന്നു, ഇപ്പോഴും പാടാൻ വയ്ക്കൂല. ഇതെനിക്ക് ഇഷ്ടമായി, ചലഞ്ച് ഇട്ടിട്ടോ എനിക്കിഷ്ടായി. ഏതിന് പാട്ടാ 8ാം ക്ലാസ് അറിയോ? ഞാൻ 8ാം ക്ലാസ് വരെ സ്കൂളൊക്കെ എന്റെ വിചാരത്തറിയ കുറച്ചൊക്കെ പാട്ടു. അവസാനം ഞാൻ പാടിപ്പിന്റെ പാടുന്നതൊക്കെ പറഞ്ഞു. 8ാം ക്ലാസ്സിന് ക്ലാസ് പരിചയപ്പെടുത്തിയപ്പോഴേ അപ്പൊ ഞാൻ ഓരോ കഴിവുകൾ എന്താ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല ആരെ പാടുക. ഞാൻ ഫസ്റ്റ് നീച്ചുന്നു ഞാൻ പാടായിരുന്നു. എന്നിട്ട് ഞാൻ പോയി. എന്നിട്ട് ഞാൻ മദ്രസിൽ പഠിച്ചൊരു പാട്ടില്ലേ, ഞാൻ എൻ്റെ മോനെ ഫുള്ള് പാടി തീർത്തു. അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല അത് ബോറാണെന്നു. പിന്നെ ഒരു 9ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ കുറച്ചൊക്കെ അന്തം വെക്കുമല്ലോ, അന്ന് മനസ്സിലായി ഇത്ര ബോർ. പക്ഷെ എന്താ വെച്ചാലേ വേറെ കോമഡി എന്താ അറിയോ, നിന്റെ പേര് ഇതിലേറ്റതാ. പക്ഷെ ഇപ്പഴത്തെ വേറെ കോമഡി ഉണ്ടായി. അത് എത്ര ബോറെന്ന് മനസ്സിലായത് എങ്ങനെ അറിയോ? ആ കഥ കൂടി പറയട്ടാ. ആ ബോറാണ് എങ്ങനെ മനസ്സിലായത്? എൻ്റെ പാർട്ണറുണ്ട്, മുന്നോർക്ക് അറിയും. മൂപ്പര് വൈഫിൻ്റെ 8ാം ക്ലാസ് പഠിച്ചാ. അപ്പോൾ ഓളില്ല, ഞങ്ങൾ പിന്നെ കുറേ ഞങ്ങൾ പാർട്ണർഷിപ്പൊക്കെ സംസാരിക്കാൻ സമയത്തില്ലേ ഒരു സോളുണ്ടേനു. അപ്പോൾ സംസാരിക്കണം. അപ്പോൾ ഇപ്പം MMTയിലാണ് പഠിച്ചത്. എത്ര പറഞ്ഞിട്ട് അതിന് ഓർമ്മയിട്ടില്ല. അവസാനം ചോദിച്ചു പാപ്പിന് പറന്ന് വന്നൊരു പാട്ടൊക്കെ പാടിയിട്ടാണ് ചോദിച്ചു. എത്ര വർഷത്തിന് ശേഷം ഞാൻ മറന്ന കേസനു. പിന്നെ വേറെ കാര്യം കേട്ടോ, ഇജ അന്നും മൂപ്പ് കയറ്റിയ മൂപ്പ് കയറും, ഇന്നും മൂപ്പ് കയറ്റിയ മൂപ്പ് കയറും. അതിന് തന്നെ കയറ്റുന്ന ആൾക്കാരുള്ളൂ. അന്നൊന്ന് മോട്ടറാക്കിയ ചെലത്തിന് റെഡിയാണ്. അതല്ല തുറന്നാടാ കണ്ണോട് കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വെയ്യുന്ന തോണലായി കണ്ടിട്ടും പോരാതായി. തൊട്ടത്തിൽ ആത്മാവിൻ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളക്കറങ്ങറത്തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണയേകേ എത്തിത്തോടാൻ അത്തുകില്ല പാരുമില്ലാണ് നീ. കൂടെയും പോയെന്താ എന്റെ പാട്ടാണ്. അതോ സോൾഫുൾ പെർഫോമൻസ്. അതായത് അനാൻഷൊന്നല്ല ഇനി ഭരിക്ക ബാസി. ഇതെല്ലാരും കേട്ടിട്ട് അഭിപ്രായം കമന്റിൽ തന്നെ ബാസിക്ക് അറിയിച്ചു കൊടുക്കണം. എന്നാലേ ബാസിക്ക് ഒരു അടുത്ത പാട്ട് ഇടാനൊരു ഇൻട്രസ്റ്റ് ബാസിക്ക് വരുള്ളൂ. ഷാഫി ആണെങ്കിൽ ബാസിന്റെ ഭയങ്കര ഫാനാണ്. പറഞ്ഞു കൊടുക്കാം എന്നാ ഈ പാട്ട് പാടുകയാണെങ്കിലേ ആ വൈക്കാർ പോലെ അനാൻഷാന്നല്ല ഒരാൾ വരില്ല അധികം ഒരു പാട്ട്. പിന്നെ ഡാൻസിന് ഇത് നമ്മള് ക്യാമറ ടെക്നിക്കല്ലേ, നമ്മളെ ഹാരിസിന്റെ പാട്ട് അത് സീന്. ഷാഫിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയോ? കണ്ണുമ്മ സുർമടിയാ. അതാണ് സുർമ ചെക്കൻ ആരാന്ന് ചോദിച്ചാ ഷാഫി സുർമ. ഡയലോഗ് ഉണ്ട്, നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഏത് ഇന്ത്യ ആകാറുണ്ട്. അതൊക്കെ ഇപ്പൊ ചെയ്ത് കിടങ്ങി അതൊക്കെ കണ്ടല്ലോ. നമുക്ക് അല്ലു അർജുനോട് ഹീറോ ആ ഡയലോഗ് ആ ഡയലോഗൊക്കെ ഇപ്പം ചെയ്തച്ച കാണുന്നത്. ഇതിന്റെ ഒരു ട്രൗസറും ഒരു ബനിയനും അതിന്റെ വില ഒരു ഷർട്ടും എന്തോ ഉദ്ദേശിച്ചുള്ള എന്താണ് നീ പിന്നെ വന്നോ? പക്ഷെ ബാസിന്റെ അയിലേറെ വലുതാണുണ്ട്.
എന്റേതാ വേറെ സാധനം എന്റേത് ഞാൻ കുറച്ച് മാപ്പിള പാട്ടൊക്കെ പാടി നടന്നിരുന്നു കുറച്ചാലോ. മാറ്റിയാണ് നടന്നാണ്ടൊക്കെ വരുന്ന സാധനം മറന്നു. അതൊക്കെ ടിക്ടോക്ക് ആയ സമയത്ത് പക്ഷെ ബാസിനൊക്കെ അന്ന് നമ്മള് ഫാൻസ് കേട്ടോ. അന്ന് ഞാൻ +1 പഠിക്കുമ്പോഴാണ് ബാസിനൊക്കെ ഫോളോ ചെയ്തേ. അന്നൊക്കെ ആ വീഡിയോ ഇടുന്ന വരെ നമുക്ക് ഇതാണ് ഏത് ബാസിനെ കാണണം, ബാസിന്റെ ബാക്ക് കൂടെ പോയിട്ട് സെൽഫി ഒക്കെ എടുത്തേ. ബാസി പറഞ്ഞ നമുക്ക് വലിയ ആളാ, അത്രയും ഫോളോവേഴ്സ്. ബൈക്കുമേലേന്ന് ബാസി പേരും പോക്കേണ്ട ബാസിനൊക്കെ നിർത്തിച്ചാണ്ട് മയത്ത് ഞാൻ സെൽഫി എടുത്തണ്. പക്ഷെ ഇപ്പഴെല്ലാം അറിഞ്ഞേ ബാസി പാവാടുന്ന്. ബാസി ഒരു തങ്കപ്പെട്ട മനസ്സിലാണ്. അത് തങ്ക പറയാണ്ട് ഓ അല്ലേ? ഞാൻ എനിക്കറിയാം. എല്ലാരും പറയും, എന്റെ ചെക്കന്മാരായാലും ഞാൻ ഷൂട്ടിന് കൊണ്ടുവന്ന ചെക്കന്മാരെല്ലാരും പറയും ഇത്രയും നല്ലൊരു ഇൻഫ്ലുവൻസറെ കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ അത്ര ആരോട് കണ്ടാലും ഇൻഫ്ലുവൻസർ ആണെന്ന് പോലും അറിയാതെയാണ് ബാസി ഇതാക്കുന്നത്. അത് കൂട്ടി കൊടുത്തോ? ഇവനെ കൂട്ടി കൊടുക്കുന്ന പ്രശ്നം അല്ല. ഓൻ പറഞ്ഞതിൽ കുറെ കാര്യങ്ങളുണ്ട്. ടീഷർട്ട് കൂടി എടാ ഓൻ പറഞ്ഞത് സത്യടാ. അല്ല അന്റെയൊക്കെ സ്വഭാവം എങ്ങനെ മനസ്സിലുണ്ട്? ഒരു മനുഷ്യന്മാരോട് പറയാൻ പറ്റുന്ന സ്വഭാവം ഇച്ചു പാരി. ഒരു മനുഷ്യന്മാരുടെ സ്വഭാവം പറയാൻ പറ്റുമോ? പിന്നെ നിന്റെ സ്വഭാവം മനുഷ്യന്മാർ പറയും. അതെന്നെ പറഞ്ഞ അന്റെ ജെന്യൂൻ എന്നൊക്കെ പറയാൻ സ്വഭാവം എന്ത് സ്വഭാവം അന്റെ? ഒരു മനുഷ്യനെ പറ്റുമോ? നല്ല പാട്ട് പാടിക്കാണ് എല്ലാവർക്കും പാടാൻ വെക്കും. ഒരു രസമില്ലാത്ത പാട്ട് നല്ല രസത്തിൽ പാടണം. മറ്റേ ഒരു പാട്ടുണ്ടല്ലോ, മറ്റേ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു പാട്ടുണ്ടല്ലോ, അതാണ് അതൊന്ന് ചന്ദ്രൻ അടുത്തേക്ക് പാടിക്കാണ്ട് രസത്തിൽ പാടി. അന്ന് തന്നെ ഒരു പാട്ട് സമ്മതിച്ചു. രാത്രി ശുഭരാത്രി ഇനിയെന്നും കാമാക്ഷി. സൂപ്പറായിട്ട് പറയാൻ പറഞ്ഞു. അത് എങ്ങനെ പറഞ്ഞാലും അങ്ങനെ കിട്ടുള്ളൂ. നല്ല രസത്തിൽ പാടിക്കണോ? സൗണ്ട് ആയിക്കോട്ടെ. ആ ഡയലോഗ് 5 ആൾക്കാർ പറയാൻ ആരുടെ രസം നോക്കാം. ഞങ്ങൾ ഗുണ്ടകളല്ല, ഞങ്ങൾ അനാഥരാണ്. ഗുണ്ടകളല്ല, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ആരാ പറയണേ? ഫസ്റ്റ് ആർസെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. നമ്മൾ ഗുണ്ടകളല്ല, എന്തിന് ഞാൻ പറഞ്ഞു അനാഥരാണ്. അനാഥ അത് കിട്ടൂല കേട്ടോ. നമ്മൾ അനാഥരാണ്. റെഡി അല്ലേ? എന്തിനാടോ കൊന്നിട്ട് നമ്മൾ അനാഥരാണ്. അയച്ചു കിട്ടൂല, നാവടിച്ചാത്തോണ്ട് സാധനം ശരിയാവില്ല കേട്ടോ. എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. അനാഥരെന്ന് കിട്ടണില്ല. ഞാനല്ലേ ഞാൻ പറയട്ടെ, എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. പറഞ്ഞ പാട്ടല്ല കൈവേ, പാട്ടല്ല ബാസി കൈവേ. എന്തിനാ കൊന്നിട്ട്? ഈ ഡയലോഗിന്റെ നമുക്ക് സെന്റിമെന്റ് പറയാം. എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ ഗുണ്ടകളല്ല, നമ്മൾ അനാഥരാണ്. ഇനി ഫ്ലേട്ടി എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരല്ല, ഗുണ്ടകളാണ്. എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. തിരിച്ചു കണ്ടോ? കോമഡി ഇനി കോമഡി ഇട്ടോ. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഇനി സങ്കടം. എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. കൊണ്ടുപോയിട്ടോ. എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ആക്ടിങ് ബാസിനെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ ആക്ടിങ്ങില്. എന്ത് അല്ലേ ആക്ടിങ്? അത് ആ മാറുന്നതൊക്കെ എല്ലാ സാധനങ്ങളും ഒരേമായിരിക്കും അല്ലേ? പക്ഷേ നമുക്ക് പാട്ടല്ല, പക്ഷെ സീന് എന്ത് പറയാല്ല, സീനാണ് സാധനം.
ഞാൻ പറഞ്ഞ പണ്ട് സിനാനെ ഒരു ഫോട്ടോ എടുത്ത സീന് സാഫിയ അടിപൊളി അറിയും. അപ്പൊ ആദ്യം ചോന അറിയില്ല, സീനാണ് അടിപൊളിയാണ്. ഞാൻ ആദ്യം ബാങ്കത്തില്ല, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നമുക്ക് ആ പണ്ട് ഇതേമാതിരി സുബിന്റെ മാതിരി ചങ്ങ എനിക്കൊരു അസിസ്റ്റന്റായിരുന്നു സിനാന്. വെഡിങ്ങിനെ കൊണ്ടുപോകും, ഒരു ഫോട്ടോ എടുത്താൽ വരും, സീനാണ് സാഫിയ അടിപൊളിയാണ് അറിയും. ആദ്യം ഞാൻ ലോൺ വണ്ടി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവില്ല പിന്നെ നമ്മൾ ഔട്ടിന്റെ ഒക്കെ അവസ്ഥ. പിന്നെ ഇതിനൊക്കെ എന്നെ വണ്ടി കയറ്റിയാണ് ഇപ്പൊ പോയിട്ടോ. വെൽക്കം ബാക്ക്. അങ്ങനെ ഡ്രസ്സ് എടുത്ത് വയസ്സ് നമുക്ക് ഒന്നര ഡ്രസ്സ് ഇട്ടാത്തതുകൊണ്ട് തൊപ്പി മാത്രം നോക്ക്. തൊപ്പി രസമല്ലേ, രസം. ഇണ്ട് കേട്ടോ ബൂട്ടോ നോക്കിട്ട് ഇപ്പൊ പറഞ്ഞ എൻ്റെ മോനെ എൻ്റെ മോനെ എൻ്റെ മോനെ എൻ്റെ മോനെ കുറെ നേരം ഞാൻ പറഞ്ഞു എന്തെങ്കിലും പറയണോ സൂപ്പർ ഉറപ്പല്ലേ? ഉറപ്പാണ്, അത്രക്കളില്ല എന്നാലും ഈ ചെക്കന്മാർക്ക് മനസ്സിലായി. ഞാൻ അപ്പളെ പറഞ്ഞു കുട്ടികൾക്ക് മനസ്സിലായി കിട്ടിയപ്പോൾ ആട് ഉപയോഗിച്ചടാ ആകെപ്പെട്ട്. അതിന്റെ അല്ല ഇല്ല കണ്ടാമർപ്പൊക്കെ ചെയ്ത് ബാഗ് കൊടുക്കണ നിസ്കാരം നിസ്കരിച്ചുണ്ടോ? 100 കിട്ടിയതെന്താ 100 കിട്ടിയതെന്താ ഞാനിവിടെ പറഞ്ഞു നിസ്കരിച്ചിട്ട് പോരെ, നിസ്കരിച്ചിട്ട് പോരെ. നിങ്ങൾ ഡ്രസ്സൊക്കെ നോക്കുമ്പോ ഡ്രസ്സ് എടുക്കുമ്പോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനല്ല, നമുക്ക് വെച്ചോക്കാം. അപ്പൊ അനക്കിന്റെ ഐഡിയ കിട്ടും എങ്ങനെയാണ് രസം. പക്ഷെ എനിക്ക് ഇങ്ങനെ ആയിരിക്കും രസം തോന്നിച്ചേ ഇൻഷേഡല്ലേ. എനിക്ക് നിക്കണ്ടേ, നമുക്ക് നിക്കുമ്പോ രസം ഇൻഷേഡ് തന്നെ. ബോംബെയിലെ ഇത് കറക്റ്റ് ആണ്, ഇത് കുഴപ്പമൊന്നുമില്ല. ഞങ്ങടാ തപ്പിയേ ഷർട്ടൊന്നും പോരാ, മാറിക്കോന്നു. അത് നിങ്ങൾ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങോട്ട് നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ? ഇല്ല, സംഭവത്തെ പറഞ്ഞത് സുഖനെ സമ്മാൻ്റെ ഷർട്ട് ഇഷ്ടമായി. അവൻ ടീഷർട്ടാണ് മേലെ പോയിക്കണേ. ഇതുണ്ട് ഇതൊക്കെ ട്രെൻഡിലായിക്കണേ. ഇതൊരുത്തൊക്കെ ഇത് രസമുണ്ട്. ഇതൊക്കെ ആണ്. ഇതൊക്കെ ഇട്ട് പള്ളിക്കോയ കരക്കാരോ ഇതിട്ട് പള്ളി വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ ഈ ഡ്രസ് ഇട്ടിട്ട് പോടോ. വെള്ള സാധനം ബാക്ക് നോക്കുമ്പോ കാണും വെള്ള മറ്റേതിൽ ബാക്ക് നിന്നാണ് പോകും. നല്ലൊരു ചക്കല ഇത് കൊണ്ടുപോയി രസമുണ്ടത്. ഞാൻ സീരിയസ്ലി പറഞ്ഞ ഷൈക്ക് ഈ തോപ്പി കൂടി വേണം, നല്ല രസം ഉണ്ടാവും. ഇതെന്നല്ലേ ഇതെടുത്താ ഇത് നല്ല രസമുണ്ട്. ആ തൊപ്പിക്ക് ഇഷ്ടമായി. ഇനി എന്നെ കൊണ്ട് പറഞ്ഞു ഓ സെറ്റ് തൊപ്പി കൂടി കയറിയപ്പോണ്ടല്ലോ. മോട്ടറാക്കിയിട്ട് ബാക്കിൽ ഇതിന്റെ ബാക്കിൽ പള്ളിക്കിന് പോകുമ്പോ മൂലയൊക്കെ അറിയും. ഓ നല്ലൊരു ചെക്കലെ നല്ല കുപ്പായോ വെള്ളിയാഴ്ച കറക്റ്റ് പള്ളിക്ക് ഫ്രണ്ടിൽ ഇതിങ്ങനെ കാണണം. അങ്ങനെ കാഴ്ച ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡെലീഷ്യയിൽ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഷൂട്ടിൻ്റെ ഒരു സമയത്ത് കുറേ വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. 4 ആൾക്കാർ 4 ഭാഗത്തേക്കായിരുന്നു. അതാണ് സംഭവം. പക്ഷെ ഒരുപാട് മാസ് വീഡിയോസൊക്കെ ഇനി വരും ഇൻഷാ അല്ലാ. ഇതാ കാണിച്ചു നോക്കുക, സിനിമ കാണിച്ചു നോക്ക്.
ഞാൻ അതല്ല എനിക്ക് മറ്റേ ഇൻവേർട്ടർ ആയോ ഓൻ ഇൻവേർട്ടറാ ചോദിച്ചെത്താ ജനറേറ്ററോ ഇച്ചെത്താ ഞാൻ ലേറ്റ് ബൾബ് ബെല ഇൻവെർട്ടർ ഒക്കെ ഷൂട്ട് ചെയ്യണ ഒരു വീഡിയോ എടുത്തില്ല ഫുഡിന്റെ വീഡിയോസ് ഒന്നും ഒരിക്കലും വ്ളോഗ് തുടങ്ങിയ ഫുഡ് വന്ന് ഞങ്ങൾ വ്ളോഗ് എടുക്കല്ല പൊതുവേ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഈ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഫുഡിൻ്റെ സ്ഥലത്ത് ഞങ്ങൾ ക്യാമറ ഒന്നും കൊണ്ടുവരില്ല കാരണം ഫുഡ് വന്നാൽ അമ്യം ആ ഒരു പരിപാടിയേ ഉള്ളൂ പക്ഷെ അൺഫോർച്ചുനേറ്റ് ഞങ്ങൾ ഫോൺ എടുത്തിട്ട് ഞങ്ങളൊന്ന് വ്ളോഗ് എടുക്കാൻ തയ്യാറായി അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു ലൈക്ക് തരണം ഫോളോ ചെയ്യാനും മറക്കരുത് ഇനി ഫുഡ് കഴിക്കണ വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ലാ ബൈ ഗൈസ് പിന്നെ അപ്പോൾ അത് വൈൻഡപ്പ് ചെയ്യാണ് ഈ നെക്സ്റ്റ് വ്ളോഗിലാണ് വ്ളോഗ് നമ്പർ 2